ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രവർത്തകരെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ, നമ്മൾക്ക് നല്ലതുപോലെ അറിവുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമം എന്താണെന്നും എന്തിനു വേണ്ടിയാണ് ഈ NRC ഇവിടെ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്നും CAA എന്നുള്ള സിറ്റിസൺ അമെൻഡ്മെന്റ് ആക്ട് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തത് എന്തിനാണെന്നും നല്ല ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു സമയത്ത്, അതായത് ഇലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞൊരു തുടങ്ങാനിരിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാ പാർട്ടികളും അവരുടേതായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി മുന്നിൽ തന്നെ നിരന്നിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ബോധ്യമുണ്ട്, BJP സർക്കാരിന് നല്ല ബോധ്യമുണ്ട് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതികരിക്കാൻ ആളുകളെ കിട്ടില്ല. പക്ഷെ അവർ വിസ്മരിച്ചു പോയി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന കാര്യം. ഞങ്ങളുടെ കരുത്തുറ്റ പ്രവർത്തകരും നേതൃത്വങ്ങളും ഇവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യം അത് നാനത്വത്തിൽ ഏകത്വം എന്നും കാത്തു സൂക്ഷിക്കുന്ന ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ വൈവിധ്യങ്ങളാൽ സമ്പദ് സമൃദ്ധമായ ഒരു രാഷ്ട്രമായി തന്നെ ഇവിടെ ഉണ്ടാകും. അത് കാത്തു രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ധർമ്മം, പൗരധർമ്മം എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചും അതിന് പ്രവർത്തിക്കാൻ സന്നദ്ധരായുമാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ തെരുവോരങ്ങളിൽ ഇന്നിവിടെ അണിനിരന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് ജന്മാവകാശമായി കിട്ടിയതാണ് നമ്മുടെ പൗരത്വം എന്നുള്ളത്. ആ ജന്മാവകാശത്തെ തന്നെ നിഷേധിക്കുക വഴി ഇവിടെ അവർ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നുമല്ല ഹിന്ദുത്വ രാഷ്ട്ര രൂപീകരണമാണെന്നുള്ള വാസ്തവവും നമുക്ക് ബോധ്യമുണ്ട്. അവർ പറയുന്ന ഈ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് ഏകീകൃത സിവിൽ കോഡും ഈ രാഷ്ട്രത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന അജണ്ടയുമാണെങ്കിൽ ഇന്ന് ഈ ഒരു റമദാൻ മാസത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ് മുസ്ലിങ്ങൾക്ക് എത്ര കണ്ട് മഹത്വമുള്ള രാവുകളാണ് ഇനി വരുന്നതെന്നും ആ ഒരു രാവുകളിൽ എത്ര കണ്ട് കാര്യങ്ങളെ ഞങ്ങൾ നിയന്ത്രിച്ച് എത്ര കണ്ട് നിയത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നും നല്ല ബോധ്യമുള്ള ഒരു രാഷ്ട്ര ഭരണകൂടമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഇങ്ങനെ ഒരു നീക്കത്തിന് മുതിരുമായിരുന്നില്ല. ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെയാണ് ഈ ഒരു നിയമം നിങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ശ്രേഷ്ഠമായ ഈ ദിനങ്ങളിൽ അതിശ്രേഷ്ഠമായ രീതിയിൽ അത് അതീവ കരുത്തരായിക്കൊണ്ട് തന്നെ ഈ ഒരു നിയമത്തിന് എതിരെ പോരാടുവാൻ ഞങ്ങൾ തെരുവുകളിൽ തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ ക്ഷീണത്തെ മുതലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. റമദാൻ മാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയെന്നും ആ ഒരു മാസത്തിലാണ് ഞങ്ങൾക്ക് കഴിവുകൾ കൂടുതലായി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതെന്നും സർവസ്രഷ്ടാവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതെന്നുമുള്ള കാര്യം നിങ്ങൾ ഒരുപക്ഷെ വിസ്മരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾ മുസ്ലിമീങ്ങൾ ഈ ഒരു രാജ്യത്ത് നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നും രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്തുന്ന ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും ഞങ്ങളുടെ ജനമുന്നേറ്റ യാത്രയിൽ ഞങ്ങൾ ഊന്നി പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊരു കാര്യവും പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും ഇന്ത്യ മഹാരാജ്യം ആ ഒരു ബഹുസ്വരതയും അഖണ്ഡതയും നിലനിർത്തുന്ന ഒരു രാജ്യമായി തന്നെ ഇവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടും അതിന് ഊർജം നൽകുന്ന വിധത്തിലുള്ള പ്രവൃത്തികളോടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ അണിനിരന്നിട്ടുള്ളത്. എങ്കിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒന്നുകൂടി പുനർചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിയമങ്ങൾ അത് അനിഷ്ടകരമാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഹിതകരമല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മറികടക്കേണ്ടതായി തന്നെ വരുമെന്നുള്ളതാണ് വാസ്തവം. നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നത് അത് അതിന്റെ അതിർവരമ്പുകളായിട്ടുള്ള മനുഷ്യ നന്മ എന്നുള്ള ഒരു കാര്യത്തെ നിഷേധിക്കുന്നിടത്താണെന്നുള്ള വാസ്തവം അധികാരവർഗങ്ങളോട് ഊന്നി പറഞ്ഞുകൊണ്ട് ഈ ഒരു സമരത്തിന് ഇനിയും ശക്തമായി സ്ത്രീ മുന്നേറ്റവും നിങ്ങൾ കാണുവാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പു നൽകിക്കൊണ്ടും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത്രയധികം ആളുകളെ ഞങ്ങൾക്ക് ഇവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
ും